ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ ചരിത്രാതീത കാലം തൊട്ട് നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതിനകത്ത് എന്തൊക്കെ പൊടിപ്പും തങ്ങലും കൂടിയിട്ടുണ്ടെന്നുള്ളതും അതുപോലെ അതിനെ മറികടക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതും എല്ലാം അന്വേഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും അല്ലേ. നമ്മൾ പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ ഏറെക്കുറെ ഒരു അർത്ഥശാസ്ത്രത്തിന്റെ കാലം തൊട്ട് തന്നെ ഇന്ത്യൻ ഫോറിൻ പോളിസിയെക്കുറിച്ച് അതിനകത്ത് വളരെ വ്യക്തമായിട്ടൊരു പാർട്ടിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യ എങ്ങനെയാണ് ബാക്കിയുള്ള കൺട്രികളായിട്ട് തൻ്റെ റിലേഷൻ കീപ്പ് ചെയ്തിട്ടുള്ളത്, അതിന് വേണ്ട ആളുകൾ അല്ലെങ്കിൽ ആ ഒരു സർവീസിലേക്ക് വേണ്ട ആളുകൾ എങ്ങനെയാണ്, അവർക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം, ഒരു കൺട്രിക്ക് എന്തൊക്കെ ലൈക്ക് എങ്ങനെയാണ് നമ്മൾ അലയൻസ് ഫോം ചെയ്യുന്നത്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും ആ ഒരു ആ ഒരു ടെക്സ്റ്റിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ഇന്ന് ഇതേ ഒരു 2023 വരെ എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെ എത്തി നിൽക്കുവാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. 1947 ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആവുന്നതിന് മുന്നേ തന്നെ ബ്രിട്ടീഷുകാരാണ് ആദ്യമായിട്ട് ഒരു ഫോറിൻ സർവീസിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഫോറിൻ സർവീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു എസ്റ്റാബ്ലിഷ് അതായത് അവർക്ക് ആദ്യം തന്നെ എന്താ പറയുക, ട്രേഡിന് വേണ്ടിയിട്ടാണ് അവർ ആദ്യമായിട്ട് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സർവീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് വരുന്ന അല്ലെങ്കിൽ ആംഗ്ലോ മറാത്ത വാർ, അങ്ങനെ ഒരുപാട് നമുക്ക് ഇപ്പോൾ വാർ കാണുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരും ഇന്ത്യയിലുമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരുപാട് വാർ കാണാൻ പറ്റും. അപ്പോൾ അതിലൊക്കെ തന്നെ ഈ ഒരു ഫോറിൻ സർവീസിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയതാണ്. കാരണം ഇങ്ങോട്ട് എത്തിക്കുന്നു, ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു ആസ് എ കൺട്രി എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്തൊക്കെ തന്നെ നമ്മുടെ ഒരു ഫോറിൻ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന തന്നെ ഫോറിൻ പോളിസി അല്ലെങ്കിൽ ഫോറിൻ സർവീസ് എത്രത്തോളം എങ്ങനെയാണ് റെലവൻറ്റഡ് ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ പിന്നീട് അങ്ങോട്ട് 1947 ഇന്ത്യ എന്ത് ചെയ്യുന്നു, ഇൻഡിപെൻഡൻ്റ് ആവുന്നു. അതിനുശേഷം വന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫോറിൻ സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു സർവീസ് തന്നെയായിട്ട് കുറച്ചുകൂടി നമുക്ക് എന്താ പറയുക നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഹ്റുവിൻ്റെ പീരീഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫോറിൻ പോളിസി അല്ലെങ്കിൽ ഫോറിൻ സർവീസിന് നെഹ്റുവിന് തുടങ്ങിയിട്ട് മോദി വരെ എത്തി നിൽക്കുന്ന നമ്മുടെ ഇന്നത്തെ ഒരു ഫോറിൻ സർവീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ചേഞ്ചസും അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് റീഫോംസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒന്നും അല്ലാതിരുന്ന ഒരു ഇന്ത്യക്ക് ആദ്യം ഒരു ഫേസ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ വേൾഡിലൊരു ഫേസ് കൊടുക്കുന്നത് ആക്ച്വലി ആ സമയത്തുണ്ടായിരുന്ന നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻ്റ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ പിന്നീട് അങ്ങോട്ട് വരുന്ന സമയത്ത് അത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള കൺട്രികൾ ഈവൻ US അങ്ങനെയുള്ള കൺട്രികളായിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളായിട്ടുള്ളതും പിന്നെ നമ്മൾ അത് ത്രൂ നമ്മൾ റഷ്യയായിട്ട് നല്ല ഫ്രണ്ട്ലി ആവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് നമ്മൾക്ക് കാലം വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ഫോറിൻ പോളിസികളിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മൂവ്മെൻറ്റിലൊക്കെ ആയിക്കോട്ടെ അതിനനുസരിച്ച് ചേഞ്ചസ് വരണം, അപ്ഡേഷൻസ് വരണം അല്ലേ, അപ്ഗ്രേഡ് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം അല്ലേ. അപ്പോൾ ആ ഒരു അപ്ഗ്രേഡേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പിന്നിലായിരിക്കും, ഈ വേൾഡ് എന്ത് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും, ബാക്കിയുള്ള ആളുകൾക്ക് നമ്മൾ ഡിഫീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് എന്താണ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫോറിൻ പോളിസി എന്തൊക്കെ ക്രൈസിസ് ആണ് ആക്ച്വലി നേരിടുന്നത്, അല്ലെങ്കിൽ ഫോറിൻ സെക്ടർ എന്തൊക്കെ ക്രൈസിസ് ആണ് ഇന്നത്തെ ഒരു റെലവൻ്റ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ നേരിടുന്നത് എന്നതിനെ പറ്റിയിട്ടാണ്. ഇവൻ എന്ത് സർവീസ് ആയിക്കോട്ടെ, ഇവൻ ഒരു വെപ്പൺ ആയിക്കോട്ടെ, എന്താണെങ്കിലും കറക്റ്റായിട്ട് പോളിഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ ട്രെയിനിങ്ങും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോയില്ല, അപ്ഗ്രേഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് എപ്പോഴും എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറ്റിക്കൊണ്ടേയിരിക്കും. അത് കാരണം പിന്നെ ഫ്യൂച്ചറിൽ ഒരുപാട് പ്രശ്നങ്ങൾ വേറെയും വരും അല്ലേ. അപ്പോൾ നോക്കുന്ന സമയത്ത് ഫോറിൻ പോളിസിയിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിനൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ഒരുപാട് റിഫോംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ കൂടി ഒരുപാട് പ്രശ്നങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഈ ഫോറിൻ പോളിസിനെ സംബന്ധിച്ച് നോക്കുന്ന മേജർ കൺസേൺസ് എന്ന് പറയുന്നതിൽ ആദ്യത്തെ ഒരു കാര്യം തന്നെയാണ് അണ്ടർ സ്ട്രെങ്ത് ആയിട്ട് നമ്മുടെ ഫോറിൻ സർവീസ് അണ്ടർ സ്ട്രെങ്ത് ആണ് എന്നുള്ളത്. അണ്ടർ സ്ട്രെങ്ത് ആണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഓരോ വർഷവും പ്രോപ്പറായിട്ടുള്ള ടേക്കിംഗ് അല്ലെങ്കിൽ അവരുടെ ഒരു അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എങ്കിൽ കൂടി ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഏഷ്യ സെൻട്രിക് ആയിട്ടുള്ള ഒരു യുഗം വരുന്ന സമയത്ത് വളരെ ഗ്രോയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രിയാണ്. മേ ബി നാളെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ തന്നെ വേൾഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ എന്ത് പറയുന്നു അല്ലെങ്കിൽ ഒരു വേൾഡ് ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ഇന്ത്യയുടെ ഒപ്പീനിയൻ എന്താണ് എന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് ബാക്കിയുള്ള കൺട്രികളായിട്ട് നമ്മുടെ റിലേഷൻ നമ്മൾ പുതുക്കി കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് വഷളായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ശരിയാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള സ്ട്രെങ്ത് വേണം അല്ലേ. അപ്പോൾ ഡിപ്ലോമാറ്റിക്കൽ ആർമിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫോറിൻ സർവീസിലുള്ള ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടുക, സ്ട്രെങ്ത് കൂട്ടുന്നതിനനുസരിച്ച് അവരുടെ കാലിബർ അവർക്കുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടുവരിക, അത്രയ്ക്കും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെയുള്ളൊരു കാര്യമാണ് ഡിക്ലൈനിങ് ദ പ്രസ്റ്റീജ് ആൻഡ് സ്റ്റാറ്റസ് ഓഫ്
ഫോറിൻ ഓഫീസേഴ്സ് എന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മനുഷ്യന്മാരാണ്. ഒരുപാട് സുഖങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ലൈഫിൽ വരുന്ന സമയത്ത് നമ്മളൊന്ന് ഡീവിയേറ്റ് ആയി പോകാനുള്ള ചാൻസ് അല്ലെങ്കിൽ പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്കെന്താ ഒരുപാട് വെൽത്ത് എന്നുള്ളതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന സമയത്ത് മോർ ദാൻ എ പാട്രിയോട്ടിസം അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ മുകളിൽ നമുക്ക് വെൽത്താണ് ഇമ്പോർട്ടൻ്റ് ഒരു ഇതിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾ മനുഷ്യന്മാർ എന്തൊക്കെ കാണിച്ചു കൂട്ടെന്ന് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ എവിടെയുണ്ട്, ഫോറിൻ സർവീസിനകത്ത് ഉണ്ട് എന്നുള്ളത് ഇന്നും നമ്മുടെ ഫോറിൻ സർവീസിനെ പിടിച്ച താഴോട്ട് വലിക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവൻ വേറൊരു കൺട്രിക്ക് വേണ്ടിയിട്ട് സ്പൈ വർക്ക് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ തന്നെ ഒരു ഫോറിൻ സർവീസ് ഓഫീസർ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അത് നമ്മുടെ ഒരു പോരായ്മ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇഷ്യൂ ആണ് മെയ്ഡ് അബ്യൂസ് ആൻഡ് സെക്ഷൽ ഹരാസ്മെന്റ്. നമ്മുടെ ഒരു ഫോറിൻ സർവീസിലുള്ള ഓഫീസേഴ്സിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, മെയ്ഡിനെ നമുക്ക് കൊണ്ടുപോകും, അവർക്കുള്ള എല്ലാ കാര്യങ്ങളും എന്താ പറയുക, നമ്മുടെ കുറച്ചുകൂടി നല്ലൊരു ലൈഫ് കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുന്നൊരു സമയമാണ് അല്ലെങ്കിൽ ഫോറിൻ ഓഫീസർ ആയിരിക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയ്ഡും അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവർക്കുള്ള പ്രോപ്പറായിട്ടുള്ള സാലറി കൊടുക്കുക, അല്ലെങ്കിൽ അവരെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക, നല്ലപോലെ ഒരു സർവീസ് തന്നെയാണ് അവരും ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ നമ്മളിപ്പോൾ ഈവൻ ഒരു IFS ഓഫീസർ ഹീ ഈസ് വെരി ഹൈ പൊസിഷനിലാണ്, അപ്പോൾ വീട്ടിലെ സെർവൻ്റ് എന്ന് പറയുന്നത് താഴെ വേറെ പല ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു മെൻറ്റാലിറ്റി കീപ്പ് ചെയ്ത് പോകുന്നത് എപ്പോഴും ആ ഒരു സർവീസിന് ശരിക്കും പറഞ്ഞ ഒരു ക്യാൻസർ പോലെയാണ് അല്ലേ. അത് മാറണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ സ്വയം വിചാരിക്കണം. നമ്മുടെ എത്തിക്സ് പേപ്പറിലൊക്കെ അത് എഴുതി വെച്ചിട്ട് മാത്രം കാര്യമില്ല. ഒരു സർവീസിലോട്ട് കയറിയതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി വിജിലൻ്റ് ആയിരിക്കണം. നമ്മളൊരു ഫേസ് ആണ്, നമ്മുടെ നാഷൻ്റെ ഫേസ് ആണ് നമ്മൾ വേറൊരു കൺട്രിയിൽ പോയി കഴിയുന്ന സമയത്ത്. ആസ് എൻ IFS ഓഫീസർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഒരു ഓഫീസർ എന്താണ്, ഒരു ഫേസ് ആണ്, ഒരു കൺട്രിയുടെ ഫേസ് ആണ് വേറൊരു കൺട്രിയിൽ പോയി നോക്കുകയാണെങ്കിൽ. അപ്പോൾ അവിടെ നല്ല മാന്യമായിട്ട് നല്ല രീതിയിലൊക്കെ സംസാരിക്കുക, അല്ലെ ആളുകളായിട്ട് ഇടപഴകുക, നല്ലൊരു ഫേസ് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോറിൻ സർവീസിൽ ഒരു പോരായ്മയാണ്. ഇത് റിലേറ്റഡ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അവരുടെ സ്പൈ വർക്ക് ചെയ്തതിൻ്റെ പേരിൽ കുറേ ഫോറിൻ ഓഫീസേഴ്സിന് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊന്നും വേണ്ട, നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്ലോമാറ്റിക് ബാഗിനകത്ത് സ്വർണ്ണം കടത്തി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഡിപ്ലോമാറ്റിക് ബാഗ് എന്ന് പറയുന്നത് വളരെ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള രേഖകളൊക്കെ അല്ലെങ്കിൽ കൈമാറുന്ന ഒരു സെറ്റാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു സ്മഗ്ലിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ വേറൊരു രാജ്യത്തിന് വേണ്ടി നമ്മുടെ സ്പൈ വർക്ക് ചെയ്യുക, ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇപ്പോഴും നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഗ്രോത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻവേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്തിന് ഡയറക്റ്റ് താഴേക്ക് അല്ലെങ്കിൽ ഒരു ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ. ഫോറിൻ സർവീസിലേക്ക് സ്റ്റെനോഗ്രാഫേഴ്സ് ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾ, അപ്പോൾ ഇവരുടെ അടുത്തേക്കൊക്കെ അതായത് ഗ്രൂപ്പ് A ലിസ്റ്റിൽ പെടുന്ന അല്ലെങ്കിൽ ഹൈ പൊസിഷനിൽ വരുന്ന ആളുകൾക്ക് ഇവരോട് കാണിക്കുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ പലതരത്തിലുള്ള അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സർവീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അതായത് ഇന്റേണലി ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ ഇല്ലായ്മ എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യും, ഒത്തൊരുമിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ടേക്കുള്ള ഒരു വഴി നല്ല രീതിക്ക് കാണത്തുള്ളൂ. അല്ലാതെ അതിനിടയ്ക്ക് കുറേ ഇൻറ്റേർണൽ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എപ്പോഴും നമ്മുടെ ഗ്രോത്തിനെ അതെന്ത് ഇൻവേഴ്സ്ലി ആണ് ബാധിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് റിയലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഒരുപാട് മാറ്റങ്ങൾ വന്നേ പറ്റൂ എന്ന് കരുതിയിട്ട് നമ്മുടെ ഫോറിൻ പോളിസിയിൽ ഒരുപാട് മോശപ്പെട്ടതാണ് അങ്ങനെയല്ല കേട്ടോ. ഒരുപാട് നല്ല നല്ല നേട്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒരു ഫേസ് തന്നെ വെച്ച് നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു ഇനീഷ്യൽ ഫേസിൽ ഇന്ത്യക്ക് ഒരു നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് വന്ന സമയത്ത് ഇന്ത്യ തേർഡ് വേൾഡ് കൺട്രീസിൻ്റെ ഒക്കെ ഒരു ലീഡർ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്. നമ്മുടെ ഫോറിൻ പോളിസിയുടെ ഗുണമാണത്. നമ്മളെപ്പോഴും ഒരു പീസ് കീപ്പിംഗ് ഡിസാർമമെൻറ്റ് എന്നുള്ള ഒരു മോട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ന്യൂക്ലിയർ പവർ ആണെങ്കിൽ കൂടി നമ്മൾ ആ ഒരു ലൈൻ ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ നോർത്ത് കൊറിയ ഒക്കെ ചെയ്യുന്നത് പോലെ എപ്പോഴും കയറിയിട്ട് എന്ത് ചെയ്യാറില്ല, എവിടെയും അതായത് നമ്മുടെ ഒരു പരിധിക്ക് അപ്പുറത്തൊരു നമ്മുടെ കൺട്രിയിൽ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ട് ഈ ഒരു ന്യൂക്ലിയർ ബോംബ് ഡൗൺ ചെയ്യുക അങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നും നടത്താറുമില്ല. എപ്പോഴും ഭയങ്കര പീസ് കീപ്പിംഗ് ആയിട്ടുള്ള മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇത്രയും നാൾ ഉണ്ടായിരുന്നതും അത് തന്നെയാണ്. അതിനുശേഷം പിന്നീട് ഒരുപാട് കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. സ്ട്രാറ്റജി അതായത് ഒരു പീസ് കീപ്പിംഗ് ആ ഒരു ഇതിൽ നിന്ന് കുറച്ചുകൂടി സ്ട്രാറ്റജിക്കലായിട്ട് നമ്മുടെ ഇന്ത്യ ഇന്നത്തെ ഒരു പ്രസന്റ് സെനാരിയോയിൽ മാറിയതായിട്ട് നമുക്കറിയാൻ പറ്റും. സോ അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇപ്പോൾ കറന്റ് സെനാരിയോയിൽ വന്നിട്ടുള്ളത് നോക്കാം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തൊക്കെ പോരായ്മകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ ഒരു ഫോറിൻ സർവീസ് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ റീഫോംസ് ആണ് ആ ഒരു പോരായ്മകളെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് കൊണ്ടുവന്നത് എന്നുകൂടി അറിയണ്ടേ.
റീഫോംസ് എന്ന് പറയുന്ന സമയത്ത് ഏതൊരു സർവീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്തൊരു റീഫോംസ് ഉണ്ടായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത ഫോമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേൾഡ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോയിൽ ഇതിങ്ങനെ ഷാർപ്പൺ ചെയ്തില്ല, ഇതിങ്ങനെ ഇങ്ങനെ തന്നെ കിടക്കുവാണെങ്കിൽ, സ്റ്റാറ്റിക് ആയിട്ട് കിടക്കുവാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള എക്സ്റ്റേണൽ പവേഴ്സിനൊക്കെ നമ്മൾ ഡിഫീറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഹ്യൂജ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനാരിയോയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ ഷാർപ്പൺ ചെയ്യുക, ട്രെയിനിങ്, റീഫോംസ് ഈസ് വെരി നെസസറി അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളതെന്ന് നോക്കാം. നമ്മുടെ ഒരു പ്രീവിയസ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കാലം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫോറിൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു റീഫോമാണ്. കാരണം ഈ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഒരു പീരീഡ് ഉണ്ടല്ലോ, അതിന് മുന്നേ ഉള്ള കാര്യമാണ്. അതായത് ആ ഒരു സമയത്ത് ഒരു ഫോറിൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് അവർ ചിന്തിക്കുക, അല്ലെങ്കിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം തന്നെയായിരുന്നു. അത് അവരുടെ ഈ പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് അല്ലെങ്കിൽ ആംഗ്ലോ മറാത്ത വാർ അല്ലെങ്കിൽ ആംഗ്ലോ മൈസൂർ വാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം വെപ്പൺസിനെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതായിക്കോട്ടെ, ഇവിടുത്തെ കാര്യങ്ങൾ അവിടേക്ക് ഈ ഒരു എക്സ്റ്റേണൽ ട്രേഡ് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് റിലേറ്റഡ് ആയിക്കോട്ടെ, ഇതിനെ എല്ലാത്തിനെയും തന്നെ നല്ല രീതിയിൽ നമ്മുടെ ഫോറിൻ ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു കാലത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മളൊരു വെൻ ഇറ്റ് കംസ് ടു അവർ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, ഒരു 1947 ഇന്ത്യയുടെ ഒരു ഫേസ് പിന്നെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു വേൾഡ് വാർക്ക് കഴിഞ്ഞ് നിൽക്കുന്ന പീരീഡിൽ ഒരു നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഓഫർ ചെയ്യുന്ന ഒരു ഫോറിൻ പോളിസിയുടെ ഒരു ടാക്ടിക്സ് വെച്ചിട്ട് തേർഡ് വേൾഡ് പവേഴ്സിന്റെ അല്ലെങ്കിൽ തേർഡ് വേൾഡ് കൺട്രികളുടെ ഒരു ലീഡിംഗ് ഒരു കൺട്രി എന്നുള്ള രീതിക്ക് ഇന്ത്യക്ക് വളരാൻ കഴിഞ്ഞതും എല്ലാം, അല്ലെങ്കിൽ നമ്മുടെ ഈ പഞ്ചശീലായിക്കോട്ടെ, ഇതൊക്കെ തന്നെ നമ്മുടെ ഒരു ഫോറിൻ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഫോറിൻ സർവീസിലുള്ള ഒരു റീഫോം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോറിൻ പോളിസി അങ്ങനെയായിരുന്നു, എല്ലാം ഒരു പീസ് കീപ്പിംഗ് ഡിസാർമമെന്റ് എന്നുള്ള ഒരു കണ്ടീഷനിങ്ങിലൂടെയായിരുന്നു നമ്മുടെ ഒരു ഫോറിൻ പോളിസി അല്ലെങ്കിൽ എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വേറെ കൺട്രികളെ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നില്ല. അപ്പം നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്നും ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഫോറിൻ പോളിസിനെ എസ്പെഷ്യലി നമ്മൾ എടുത്ത് പറയുന്ന സമയത്ത് സ്പേസ്, സ്റ്റെബിലിറ്റി ആൻഡ് സ്ട്രെങ്ത് എന്നുള്ള 3 S's ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യൻ ഫോറിൻ പോളിസി. കണ്ടല്ലോ, അതായത് ഒന്ന് സ്ട്രെങ്ത് ആണ്, നമ്മളുടെ ഈ ഒരു ആർമി റിലേറ്റഡ് ആയിക്കോട്ടെ അതിനെയൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത്. പിന്നെ സ്റ്റെബിലിറ്റി വിത്തിൻ ആൻഡ് നൈബർഹുഡ്, അതായത് എല്ലായിടത്തും ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക എന്നുള്ളത്. ദെൻ സ്പേസ് ഫോർ സ്ട്രാറ്റജിക് ഓട്ടോണമി. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതാണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ കോർ എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനായിട്ട് ഇന്ത്യ ഒരു 2020 അല്ലെങ്കിൽ ഈ ഒരു പീരീഡിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് ന്യൂ എമർജിംഗ് സ്ട്രാറ്റജിക് ടെക്നോളജീസ്. അതായത് നമുക്കറിയാം നമ്മുടെ വേൾഡ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇൻ ദ സെൻസ് ഓഫ് സ്ട്രാറ്റജി, ടെക്നോളജി എല്ലാത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മാത്രം ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് ഒരിടത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല. ബിക്കോസ് എസ്പെഷ്യലി നമ്മുടെ ഒരു ഏഷ്യ സെൻട്രിക് യുഗമാണ് വരുന്നത്, ഇന്ത്യ വിൽ ബി ദ ലീഡിംഗ് പവർ എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പീരീഡിൽ ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു നാഷണൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ടെക്നോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു മൂവ്മെന്റ് വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് കൂടാതെ ഇതിന്റെ അണ്ടറിലായിട്ട് വരുന്ന അല്ലെങ്കിൽ ഇതിന്റെ കൂടെ അനുബന്ധിച്ച് വരുന്ന ഒരു കാര്യമാണ് 7 verticals ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത്. ഈ 7 verticals എന്ന് പറയുന്ന സമയത്ത് അതിൽ ആ ഒരു അത്രയും ടോപ്പിക്സിൽ നമ്മൾ കുറച്ചുകൂടി ഇൻപുട്ട് കൊടുക്കുവാണ്. ഇപ്പോൾ കൾച്ചറൽ ഡിപ്ലോമസി എന്നുള്ള ഒരു വെർട്ടിക്കലിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പാത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ ഏഷ്യൻ കൺട്രീസിനെ കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുകയും അതേപോലെ ഒരു ഹാർമണി അതിൽ കീപ്പ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടാക്ടിക്സ് ആണ് ഈ കൾച്ചറൽ ഡിപ്ലോമസി എന്ന് പറയുന്നത്. ഈവൻ ദോ നമ്മുടെ ഈ ഏഷ്യയിൽ തന്നെയുള്ള നമ്മുടെ നൈബറിംഗ് കൺട്രീസിനൊക്കെ ആയിട്ട് ഈവൻ ദോ ദെൻ അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, നേപ്പാൾ അവരൊക്കെ ആയിട്ട് നമുക്കൊരു കൾച്ചറൽ ഡിപ്ലോമസി കീപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് അത് നമ്മുടെ ഇന്ത്യയുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിനുശേഷം എക്കണോമിക് ആൻഡ് ട്രേഡ് കോർഡിനേഷനിൽ നമ്മൾ കുറച്ചുകൂടി ഇൻപുട്സ് കൊടുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു നമ്മുടെ എക്കണോമി ഡെവലപ്പ് ആവുന്നു എന്നതിനപ്പുറത്തേക്ക് നമുക്ക് അവരുമായിട്ട് അതായത് ഫോറിൻ കൺട്രികളായിട്ടൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആക്ച്വലി അവിടെ ബിൽഡ് ആവുന്നത്. പിന്നെ അതുപോലെ തന്നെ മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻസ് ആൻഡ് ഗ്ലോബൽ സമ്മിറ്റ്സ്. നമുക്കറിയാം G20 ഇന്ത്യ ഇപ്പോൾ എന്ത് ചെയ്യാണ്, നമ്മളാണ് ഇപ്പോൾ ഹോസ്റ്റ് ചെയ്യുന്നത് ഈ G20 എന്ന് പറയുന്ന സബ്മിറ്റ്സ്. അതായത് അത്തരത്തിലുള്ള മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സബ്മിറ്റ്സിനൊക്കെ നമ്മളുടെ ഒരു ഇൻവോൾവ്മെന്റ് കൂട്ടുന്നത് വഴി നമ്മുടെ ബാക്കിയുള്ള കൺട്രിയായിട്ട് ഹെൽത്തി റിലേഷൻഷിപ്പ് കൂട്ടുന്നു, മാത്രമല്ല നമ്മുടെ സപ്പോർട്ടേഴ്സിനെ കൂട്ടുന്നു. അത് ത്രൂ മെയിൻലി ഇന്ത്യ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യമാണ് UNSCയിലുള്ള ഇന്ത്യയുടെ പെർമനന്റ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. ആക്ച്വലി UN സെക്യൂരിറ്റി കൗൺസിലിന്റെ ഇതിൽ 5 മെമ്പേഴ്സാണ്, പെർമനന്റ് മെമ്പേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യ അതിൽ ഇപ്പോൾ ഒരു ടെമ്പററി മെമ്പറായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ വി ആർ കാപ്പബിൾ ഇനഫ് ടു ബി അതിലൊരു പെർമനന്റ് മെമ്പർ ആവാനുള്ള ഒരു
നമ്മൾ കേപ്പബിൾ ആണെങ്കിൽ കൂടി വേറെ ചില കൺട്രികളുടെ അല്ലെങ്കിൽ ചൈനയുടെ ഒക്കെ തന്നെ ഒരു വീറ്റോ പവർ വെച്ചിട്ട് നമ്മളെ തടഞ്ഞു പോവുകയാണ്. അപ്പോൾ ബാക്കിയുള്ള കൺട്രികളുടെ ഒരു സപ്പോർട്ടും ഒക്കെ നമുക്ക് ഇത് ത്രൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് UNSCയിൽ കയറാനും അല്ലെങ്കിൽ അതിൽ നമുക്കൊരു പെർമനന്റ് മെമ്പർ ആവാനൊക്കെ ഉള്ള ഒരു വഴിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ ഇന്ത്യ എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഡെവലപ്മെന്റ് ആൻഡ് പാർട്ട്ണർഷിപ്പ്. ഇതിൽ തന്നെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്ന കാര്യം നമുക്കറിയാം, നമ്മുടെ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിലൂടെ നമ്മൾ എയിം ചെയ്യുന്ന ഒരു കാര്യമാണ് ഫോറിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യിപ്പിക്കുന്നു. അതുകൂടാതെ നമ്മുടെ നൈബറിംഗ് കൺട്രീസ് ആയിട്ടുള്ള ഈ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ ഭൂട്ടാൻ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് ത്രൂ അവർ ഗ്രോ ചെയ്യുന്നു, നമ്മൾ ഗ്രോ ചെയ്യുന്നു, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അവിടെ ഗ്രോ ചെയ്യുന്നു. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആണ് ഈ ഒരു ഡെവലപ്മെന്റ് ആൻഡ് പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിൽ ഇവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ ഇൻഡോ പസഫിക് റീജിയനിലോ അല്ലെങ്കിൽ ആഫ്രിക്ക സൈഡിലൊക്കെ നമ്മൾ കുറച്ചുകൂടി ഇൻപുട്സ് കൊടുക്കുക, അവരുമായിട്ട് കുറേ അവിടെയൊക്കെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഈ ആഫ്രിക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി റിസോഴ്സ് ഉള്ള കൺട്രികളാണ്. അപ്പോൾ അവരൊക്കെ ആയിട്ട് നല്ല റിലേഷൻ കീപ്പപ്പ് ചെയ്യുക, അല്ലെങ്കിൽ യൂറോപ്പുമായിട്ടുള്ള നല്ല റിലേഷൻ കീപ്പപ്പ് ചെയ്യുക. ഇതിനൊക്കെ ഓരോ സെക്ടേഴ്സ് ആക്കുന്നതിലൂടെ കുറച്ചുകൂടി നമ്മളെ ഒരു അല്ലെങ്കിൽ നമ്മുടെ ഒരു വർക്കിന് നമ്മൾ കുറച്ചുകൂടി ഈസിഫൈ ചെയ്യുകയാണ്. ആക്ച്വലി ഇത്തരത്തിലുള്ള ഇതിലൂടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഈസ് ട്രൈങ് ടു ഡിഫൈൻ അവർ ഫ്യൂച്ചർ പാത്ത് ഓഫ് ഫോറിൻ ഡിപ്ലോമസി അല്ലെങ്കിൽ ഫോറിൻ സർവീസ് അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഒരു എയിം അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ ടാർഗറ്റ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഇതാണ് നമ്മുടെ ഫോറിൻ പോളിസി എന്ന് ഇൻഡയറക്ട്ലി പറയുകയാണ്. പിന്നെ അത് കൂടാതെ ഒരു സോഫ്റ്റ് പവർ ഡിപ്ലോമസിയാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലോണം ഹെൽപ്ഫുൾ ആവുന്നതാണ് നമ്മുടെ ഈ ഫോറിൻ പോളിസിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ്. നമ്മുടെ ആദ്യത്തെ ഒരു വേ ഓഫ് ഫോറിൻ പോളിസിയിൽ നിന്ന് നമ്മൾ കുറേയൊക്കെ മാറി അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലി മാറി എന്നുള്ളത് നമുക്ക് നോക്കുവാണ് കുറച്ചുകൂടി മനസ്സിലാവുന്നത് നമ്മുടെ ഈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ നമ്മുടെ എസ് ജയശങ്കർ സാറിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും, സ്പീച്ച് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറേ പോളിസികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഡെവലപ്പ് ആയിട്ടുണ്ട് ഒരുപാട്, ആൻഡ് ഇറ്റ്സ് വെരി ഗ്രോയിങ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. ഇനിയും കുറേ അപ്ഡേറ്റ്സ് വരും, ഒരുപാട് കാര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മാത്രമാണ് നമുക്കൊരു പെർഫെക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ഫോറിൻ സർവീസിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ ഇത്രയും പറഞ്ഞതിന് ശേഷം അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് പോരായ്മകൾ, എന്തൊക്കെയാണ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഇപ്പോഴത്തെ ഒരു ന്യൂസ് പേപ്പറൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും. എന്തൊക്കെയാണ് പുതിയതായിട്ട് നമ്മുടെ അല്ലെങ്കിൽ അപ്ഗ്രഡേഷൻ വന്നിട്ടുള്ളത് എന്നും നമുക്ക് കണ്ടറിയാം. അപ്പോൾ നെക്സ്റ്റ് സെഷനിലേക്ക് കാണാം. ബൈ.